നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗന്ധർവനോട് എനിക്കിപ്പോ പഴയതുപോലെ സ്നേഹമില്ലെന്ന് പ്രിയൻചേട്ടൻ എന്നോട് ചോദിച്ചില്ലേ? എന്റെ മനസ്സില് ഗന്ധർവൻ എന്നും ഉണ്ടാവുമെന്നാ ഞാൻ അതിന് തന്ന മറുപടി. പ്രിയൻചേട്ടന് ഓർമ്മയില്ലേ? പിന്നെ ഓർമ്മയുണ്ട്. പാറുവിന് എന്നോട് എന്താ പറയാനുള്ളത്? വേഗം പറ. ഗന്ധർവനെ കുറിച്ച് തന്നെയാ. അവിടെ വെച്ച് സംസാരിച്ചപ്പോ പ്രിയൻചേട്ടനോട് പറയാൻ വിട്ടുപോയൊരു കാര്യ. എന്നോട് പറയാൻ വിട്ടുപോയ കാര്യോ? എന്ത്? ഗന്ധർവൻ എനിക്ക് എഴുതിയ എഴുത്തുകളിലെല്ലാം അയാൾ എപ്പോഴും എന്റെ നിഴല് പോലെ കൂടെ ഉണ്ടെന്നാ എഴുതിയിരിക്കുന്നത്. അത് സത്യമാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കമ്പനിയിൽ വെച്ച് നിങ്ങളോടൊക്കെ പറയുന്നതും ഹോസ്റ്റലിൽ വെച്ച് കൂട്ടുകാരികളോട് പറയുന്നതും എന്തിന് ഞാൻ എന്നോട് തന്നെ പറയുന്നതും അയാൾ കേൾക്കാറുണ്ട്. അത് അയാൾ എന്റെ കൂടെ തന്നെ ഉള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാ ഞാൻ എപ്പോഴും നടക്കുക, അയാൾ എന്റെ പുറകിലുണ്ടോന്നറിയാൻ. ചുറ്റിലും നോക്കും, എന്റെ കൂടെ തന്നെ ഉണ്ടോന്നറിയാൻ. ഗന്ധർവനെ ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അയാളെ ഒന്ന് കാണിച്ചു തരണേന്ന് അറിയാവുന്ന ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് ഒന്നിനു പുറകെ ഒന്നായി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ. അതിന്റെ വിഷമവും അതിനെക്കുറിച്ചുള്ള ചിന്തകളുമായിട്ട് നടന്നതുകൊണ്ടായിരിക്കും ഗന്ധർവനെ കാണാനുള്ള എന്റെ ആഗ്രഹം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഗന്ധർവൻ എന്റെ വെറും തോന്നലാണോ എന്ന ചിന്ത എന്റെ മനസ്സ് വളരാൻ തുടങ്ങി. പ്രിയൻചേട്ടനാണ് അതിന്റെ കാരണമെന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്കൊരു പ്രശ്നം വരുമ്പോ എന്നെ സഹായിക്കാൻ ആദ്യം എത്തുക ഗന്ധർവനായിരിക്കും എന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷേ പ്രിയൻചേട്ടനുമായിട്ട് നല്ല കൂട്ടായതിനു ശേഷം എനിക്കൊരു പ്രശ്നം ഉണ്ടായാല് ആദ്യം എത്തുക ഗന്ധർവനല്ല പ്രിയൻചേട്ടനായിരിക്കും എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞ കുറച്ചു ദിവസം ഗന്ധർവനെ കുറിച്ചുള്ള ഓർമ്മ പോലും എന്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അമ്പലത്തിൽ വെച്ച് ഗന്ധർവനെ കുറിച്ച് പ്രിയൻചേട്ടൻ എന്നോട് പറഞ്ഞില്ലേ, അതിനുശേഷം ഗന്ധർവനെ കുറിച്ചുള്ള ഓർമ്മകള് വീണ്ടും എന്റെ മനസ്സിൽ വരാൻ തുടങ്ങി. അതുകൊണ്ടാ നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ ഞാൻ പ്രിയൻചേട്ടനോട് ഗന്ധർവനെ കുറിച്ച് ചോദിച്ചത്. പക്ഷേ പ്രിയൻചേട്ടൻ അതിന് മറുപടി പറഞ്ഞത് പോലും ഇല്ല. എന്തൊക്കെയോ പറഞ്ഞ് വേഗം അവിടെ നിന്ന് പോവുക ചെയ്തത്, എന്റെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ എന്ന പോലെ. പാറുവിന് ഇപ്പൊ എന്താ അറിയേണ്ടത്? ഗന്ധർവനെ കാണണമല്ലേ? നാളെ തന്നെ ഗന്ധർവനെ ഞാൻ നിന്റെ മുന്നിൽ നിർത്തി തരും, പോരെ? ഗന്ധർവന്റെ ഒരു രൂപം എന്റെ മനസ്സിലുണ്ട്. ഗന്ധർവന്റെ എഴുത്തില് സ്നേഹം മാത്രമേ ഉള്ളൂ. അയാൾ അയക്കുന്ന സമ്മാനങ്ങളിലും ഉണ്ട് അയാൾക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ അടയാളങ്ങള്. ആ രൂപവും ശരിയായ ഗന്ധർവനും തമ്മില് സാമ്യമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാ ഞാൻ പ്രിയൻചേട്ടനോട് ചോദിക്കുന്നത്, ഗന്ധർവനെ കാണാൻ എങ്ങനെയാ? സങ്കല്പത്തിലെ ഗന്ധർവനും ശരിയായ ഗന്ധർവനും കാണാൻ ഒരുപോലെയാണോ എന്ന് നിനക്കറിയണം അല്ലേ? ഇത്രയും ദിവസം പാറു കാത്തിരുന്നില്ലേ? ഒരു ദിവസം കൂടി ക്ഷമിക്ക്. നാളെ വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഗന്ധർവനെ നിന്റെ മുന്നിൽ ഞാൻ നിർത്തിത്തരും. കണ്ടിട്ട് നീ തന്നെ തീരുമാനിക്ക്, സങ്കല്പത്തിലെ ഗന്ധർവനും ഒറിജിനൽ ഗന്ധർവനും തമ്മിൽ സാമ്യമുണ്ടോ എന്ന്. അത് പ്രിയൻചേട്ടാ, അയാളെ കാണാൻ ആരെ പോലെയാണെന്നെങ്കിലും. എന്തിനാ ഇങ്ങനെ തിടുക്കം കാണിക്കുന്നത്? ഒരു രാത്രി കൂടിയല്ലേ ഉള്ളൂ. നാളെ ഈ സമയത്ത് ഇതുപോലെ നീ നിന്റെ ഗന്ധർവനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതുവരെ വേണമെങ്കിൽ കണ്ണടച്ചിരുന്ന് ഗന്ധർവന്റെ രൂപം നീ മനസ്സിൽ കാണ. പക്ഷേ ഒരു കാര്യം, ഇത്രയും കാലം മനസ്സിൽ കണ്ട രൂപമായിരിക്കില്ല ഇനി കാണുന്നത്. ഇനി കാണുന്നത് ശരിയായ ഗന്ധർവനെ ആയിരിക്കും. ശരിക്കും? സംശയമുണ്ടെങ്കിൽ കുറച്ചു നേരം കണ്ണടച്ചിരിക്ക. കണ്ണടച്ചോ?
మంత్రమై నిన్ను వెంటారం ఆరో అవరేదో మాయాజాలం ఆరో అవరారో కారం. പാറു, പ്രേംചേട്ടാ. കണ്ണു തുറന്നോ? തുറന്നു. കണ്ണടച്ചിരുന്നപ്പോ ആരെയാ കണ്ടത്? പറ പാറു, ആരുടെ മുഖമാ മനസ്സിൽ കണ്ടത്? പ്രേംചേട്ടന്റെ മുഖം. അത് തന്നെയാ ഗന്ധർവന്റെ മുഖം. പ്രേംചേട്ടൻ എന്താ പറഞ്ഞത്? അപ്പൊ അതൊന്നുമില്ല പാറു. എന്നോട് സംസാരിച്ചുകൊണ്ടല്ലേ പാറു കണ്ണടച്ചത്. അതുകൊണ്ടായിരിക്കും എന്റെ മുഖം മനസ്സിൽ വന്നത്. പാറു ഒരു കാര്യം ചെയ്യും, കണ്ണടച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക. ഗന്ധർവൻ പാറുവിന്റെ സ്വപ്നത്തിൽ വരും. ശരി, നാളെ കാണാം. ശരി.